चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। नामश्रेष्ठं मनुमपि शचिपुत्रमत्र स्वरूपं रूपं तस्याग्रजमुरुपुरीं माधुरीं गोष्ठवतीं राधाकुण्डं गिरिवरमहो राधिका माधवासां प्राप्तो यस्य प्रतितकृपया श्रीगुरुं तं नतोऽस्मि। ചൈതന്യചരിതാമൃതം ആദിലീലയിലെ 10ാമത്തെ അധ്യായം നമ്മൾ ഇവിടെ തുടരുകയാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ചൈതന്യ വൃക്ഷത്തിൻ്റെ ശാഖകളും ഉപശാഖകളും എന്ന അധ്യായം നമ്മളിവിടെ തുടരുകയാണ്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗദാധരദാസൻ എന്ന് പറയുന്ന ഭക്തനെ കുറിച്ചിട്ടാണ്. അതിനുശേഷം അടുത്തതായിട്ട് വരുന്നത് ശിവാനന്ദസേനനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ്. ശിവാനന്ദസേൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ മറ്റൊരു വളരെ അടുത്ത സേവകനായിരുന്നു. ശിവാനന്ദസേനാണ് എല്ലാ വർഷവും ഭക്തന്മാരെ ബംഗാളിൽ നിന്നും പുരിയിലേക്ക് മഹാപ്രഭുവുമായി കാണുവാനും മഹാപ്രഭുവുമായി സമയം ചിലവഴിക്കുവാനും നവദ്വീപിലുള്ള ഭക്തന്മാരെ എല്ലാവരെയും ജഗന്നാഥപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിക്കൊണ്ടിരുന്നത് ശിവാനന്ദസേൻ എന്ന് പറയുന്ന ഭക്തനായിരുന്നു. അദ്ദേഹത്തിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ സാക്ഷാത് ആവേശം, ആവിർഭാവ എന്നീ സ്വഭാവങ്ങളെല്ലാം ദൃശ്യമായിരുന്നു എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. ശിവാനന്ദസേന പ്രഭുര ഭൃത്യ അന്തരംഗ പ്രഭുസ്ഥാനേ യായിത്തെ സഭേ ലായന യാൻഡ്രസംഗ. അദ്ദേഹം പ്രഭുവിൻ്റെ ഒരു അന്തരംഗ ഭൃത്യനായിരുന്നു. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ശിവാനന്ദസേൻ ഭഗവാന്റെ വളരെ വളരെ വിശിഷ്ടനായ ഒരു സേവകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സേവനത്തെക്കുറിച്ചിട്ട് ചൈതന്യ ചരിതാമൃതം മധ്യലീലയിൽ ഇനി അങ്ങോട്ട് ധാരാളം കാര്യങ്ങൾ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ നമുക്ക് ശിവാനന്ദസേനെ കുറിച്ചിട്ട് കൂടുതൽ ആയിട്ട് അറിയാൻ കഴിയും. അടുത്തതായിട്ട് ശിവാനന്ദസേനൻ്റെ കുടുംബാംഗങ്ങളെക്കുറിച്ചും കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി പറയുന്നുണ്ട്. അതായത് ശിവാനന്ദസേനൻ്റെ പുത്രന്മാരും ശിവാനന്ദസേനൻ്റെ ഭൃത്യന്മാരും ശിവാനന്ദസേനൻ്റെ മറ്റുള്ള ബന്ധുക്കളും എല്ലാവരും ചൈതന്യ മഹാപ്രഭുവിൻ്റെ വളരെ അടുത്ത സേവകരായിരുന്നു. ചൈതന്യദാസൻ, രാമദാസൻ എന്ന് പറയുന്ന മൂത്ത 2 പുത്രന്മാർ ശിവാനന്ദസേനനുണ്ടായിരുന്നു. അവർ രണ്ടുപേരും തന്നെ വ്രജലീലയിൽ 2 തത്തകളായിരുന്നു എന്ന് ഇവിടെ പറയപ്പെടുന്നുണ്ട്. ശിവാനന്ദസേനൻ്റെ 3ാമത്തെ പുത്രനാണ് പരമാനന്ദദാസൻ അഥവാ പുരിദാസ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹത്തിന് കവി കർണപൂരൻ എന്ന ഒരു പേര് മഹാപ്രഭു തന്നെ നൽകുകയുണ്ടായി. ഇതിനെക്കുറിച്ചിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ചരിത്രം നമുക്ക് ഗൗഡീയ സാഹിത്യത്തിൽ കാണാൻ കഴിയും. അതായത് ശിവാനന്ദസേൻ അദ്ദേഹത്തിന് നൽകിയ പേര് പരമാനന്ദദാസൻ, പരമാനന്ദസേൻ, പുരിദാസ് എന്നിങ്ങനെയായിരുന്നു ശിവാനന്ദസേൻ തൻ്റെ ഇളയ പുത്രന് നൽകിയ പേര്. ഇവരെല്ലാവരും ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തന്മാരായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിൽ നിന്നും ഇവർക്ക് വളരെയധികം കാരുണ്യം ലഭിച്ചിട്ടുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ പരമാനന്ദസേൻ, പരമാനന്ദദാസ് എന്ന പേര് മഹാപ്രഭു തന്നെയാണത്രേ ഇദ്ദേഹത്തിനിട്ടത്. മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജനിച്ച ഒരു കുട്ടിയും കൂടെയാണ്.
പിൽക്കാലത്ത് ഇദ്ദേഹമാണ് കവി കർണപൂരൻ എന്ന് അറിയപ്പെട്ടത്. അപ്പോൾ ഒരിക്കൽ ശിവാനന്ദസേൻ ഭഗവാനെ കാണുവാൻ പോയപ്പോൾ അദ്ദേഹം ശിവാനന്ദസേനോട് ചോദിച്ചു, അടുത്തതായി നിനക്ക് ഒരു പുത്രൻ ജനിക്കുമ്പോൾ ഞാൻ അവന് പേര് വയ്ക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ കുട്ടിക്ക് പുരിദാസൻ എന്ന പേര് വന്നത്. അതിനുശേഷം ഒരിക്കൽ ശിവാനന്ദസേനൻ തൻ്റെ ചെറിയ കുഞ്ഞിനെയും കൊണ്ട് ഈ കവി കർണപൂരനെയും കൊണ്ട് ചൈതന്യ മഹാപ്രഭുവിനെ കാണുവാനായിട്ട് വന്നു. ആ സമയത്ത് അവിടെ പറയുന്നുണ്ട്, ഈ ചെറിയ കുഞ്ഞ്, 1 വയസ്സുള്ള കുഞ്ഞ് മഹാപ്രഭുവിൻ്റെ കാൽവിരൽ പിടിച്ച് ചപ്പിക്കുടിച്ചു എന്ന്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രയധികം കാരുണ്യം കവി കർണപൂര എന്ന ഈ മഹാഭക്തന് ചൈതന്യ മഹാപ്രഭുവിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്ന്. അതിനുശേഷം പുരിദാസന് 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ കാണുവാൻ വേണ്ടിയിട്ട് ശിവാനന്ദസേൻ വന്നു. അപ്പോൾ ആ സമയത്ത് രഥയാത്ര സമയത്ത് ഇവരെല്ലാവരും വന്നു. അപ്പോൾ ചെറിയ കുഞ്ഞ് മഹാപ്രഭുവിനെ നമസ്കരിക്കുന്നു. മഹാപ്രഭു കുഞ്ഞിനോട് കൃഷ്ണ കൃഷ്ണ എന്ന് പറയാൻ പറഞ്ഞിട്ട് ഇവരാരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഈ കുഞ്ഞ് ഈ വാക്ക് മാത്രം ഉച്ചരിക്കുകയില്ല. അപ്പോൾ മഹാപ്രഭു വളരെ ആശ്ചര്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ലോകത്തുള്ള ചരവും അചരവുമായിട്ടുള്ള വസ്തുക്കളെ കൊണ്ട് ഞാൻ കൃഷ്ണൻ്റെ പേര് പറയിച്ചിട്ടുണ്ട്, പക്ഷേ 7 വയസ്സായി ചെറിയ കുഞ്ഞിനെ കൊണ്ട് എനിക്ക് ഈ പേര് പറയിക്കാൻ കഴിഞ്ഞില്ലല്ലോ, എന്തായിരിക്കും അത് എന്ന് അദ്ദേഹം തന്നെ ഇങ്ങനെ അത്ഭുതപ്പെട്ടപ്പോൾ സ്വരൂപദാമോദര ഗോസ്വാമി മഹാപ്രഭുവിനോട് പറഞ്ഞു, അങ്ങ് ഈ കുഞ്ഞിന് നേരിട്ട് കൃഷ്ണനാമം ഉപദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗുരുവിൽ നിന്ന് ലഭിച്ച മന്ത്രം ഉച്ചത്തിൽ പറയാൻ പാടില്ല എന്ന് വേദത്തിൽ ഒരു നിർദ്ദേശമുണ്ടല്ലോ, അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ കുഞ്ഞ് ആ വാക്ക് ഉച്ചത്തിൽ ഉച്ചരിക്കാത്തത് എന്ന്. അപ്പോൾ മഹാപ്രഭു എന്ത് ചെയ്തു? 7 വയസ്സായ കുഞ്ഞിനോട് പറഞ്ഞു, നീ എന്തെങ്കിലും ഒരു ശ്ലോകമോ എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴാണ് ഈ കുഞ്ഞ് അതിസുന്ദരമായിട്ടുള്ള തൻ്റെ സ്വയം രചിതമായിട്ടുള്ള ഒരു ശ്ലോകം ചൈതന്യ മഹാപ്രഭുവിൻ്റെ മുന്നിൽ പറഞ്ഞത്. അത് കേട്ടപ്പോഴാണ് ചൈതന്യ മഹാപ്രഭു ഈ കുഞ്ഞിന് കവി കർണപൂര എന്ന പേര് നൽകിയത്. അതായത് 7 വയസ്സിൽ സ്വന്തമായി ഒരു ശ്ലോകം രചിച്ച് ചൈതന്യ മഹാപ്രഭുവിൻ്റെ മുന്നിൽ അത് ഉരുവിട്ട് കവി എന്ന പേര് നേടിയ ഈ മഹാഭക്തൻ ശിവാനന്ദസേനൻ്റെ ഏറ്റവും ഇളയ പുത്രനാണ്. കവി കർണപൂരൻ അനേകം മഹത് ഗ്രന്ഥങ്ങൾ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിന് അദ്ദേഹത്തിൻ്റേതായ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കവി കർണപൂരൻ്റെ ഗ്രന്ഥങ്ങളാണ്. അതിൽ പ്രധാനമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ചൈതന്യ ചരിതാമൃത മഹാകാവ്യം എന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ആനന്ദ വൃന്ദാവന ചമ്പു, അലങ്കാര കൗസ്തുഭം, ചൈതന്യ ചന്ദ്രോദയ നാടകം, ഗൗരഗണോദ്ദേശ ദീപിക, ബൃഹത് ഗണോദ്ദേശ ദീപിക എന്നിങ്ങനെ പറയുന്ന കുറേ അധികം ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ചൈതന്യ സഹസ്രനാമം എന്ന ഒരു ഗ്രന്ഥവും കവി കർണപൂരൻ രചിച്ചിട്ടുണ്ട്. ഇതാണ് കവി കർണപൂരൻ, അതായത് ശിവാനന്ദസേനൻ്റെ പുത്രൻ്റെ ഒരു ചെറിയ ചരിത്രം. അതിനുശേഷം ശ്രീവല്ലഭസേൻ, ശ്രീകാന്തസേൻ എന്ന് പറയുന്ന ശിവാനന്ദസേനൻ്റെ തന്നെ 2 മരുമക്കളെക്കുറിച്ചിട്ടും ഇവിടെ ശാഖകളായി പറയുന്നുണ്ട്. അടുത്തതായിട്ട് നകുല ബ്രഹ്മചാരി എന്ന് പറയുന്ന ഭക്തൻ മഹാപ്രഭുവിൻ്റെ മറ്റൊരു ശാഖയായിരുന്നു. അദ്ദേഹത്തിന് മഹാപ്രഭുവിൻ്റെ ആവേശശക്തി അദ്ദേഹത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. അടുത്തതായിട്ട് പറയുന്ന 2 ശാഖകൾ ഗോവിന്ദാനന്ദ, ഗോവിന്ദദത്ത എന്ന് പറയുന്ന 2 പേരിൽ ഗോവിന്ദദത്ത എന്ന് പറയുന്ന ഭക്തനായിരുന്നു ചൈതന്യ മഹാപ്രഭുവിൻ്റെ കീർത്തനഗണത്തിലെ മുഖ്യ ഗായകൻ. ഗോവിന്ദദത്ത എന്ന് പേരുള്ള ഈ ഭക്തനായിരുന്നു. അടുത്തതായി ശ്രീ വിജയദാസ് എന്ന് പറയുന്ന ഭക്തൻ, അദ്ദേഹവും ചൈതന്യ മഹാപ്രഭുവിൻ്റെ കീർത്തന വൃന്ദത്തിലെ മറ്റൊരു മുഖ്യ ഗായകനായിരുന്നു. മാത്രമല്ല അദ്ദേഹം സ്വന്തം കൈകൾ കൊണ്ട് ധാരാളം ഗ്രന്ഥങ്ങളുടെ പകർപ്പ് രചിച്ച് ചൈതന്യ മഹാപ്രഭുവിന് വായിക്കാൻ വേണ്ടി അദ്ദേഹം സ്വന്തം കൈപ്പടയിൽ ഗ്രന്ഥങ്ങൾ പകർത്തി എഴുതി കൊടുത്തിട്ടുള്ളതിനാൽ ചൈതന്യ മഹാപ്രഭു ശ്രീ വിജയദാസ് എന്ന ഭക്തന് രത്നബാഹു
എന്ന ഒരു നാമവും കൊടുത്തു. കാരണം അത്രയ്ക്ക് രത്നങ്ങൾ കൊണ്ടുള്ള കൈകളാണ് നിൻ്റേത്, അതുകൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങൾ എനിക്ക് നീ വായിക്കാൻ തന്നുവല്ലോ എന്ന് മഹാപ്രഭു പറഞ്ഞുകൊണ്ട് ശ്രീ വിജയദാസൻ എന്ന് പറയുന്ന ഈ ഭക്തന് അങ്ങനെ ഒരു പേര് കൊടുത്തു. അടുത്ത ശാഖയായി പറയുന്നത് കൃഷ്ണദാസൻ എന്ന ഭക്തനാണ്. അദ്ദേഹം അകിഞ്ചന കൃഷ്ണദാസ് എന്നറിയപ്പെടുന്നു. അകിഞ്ചനൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ലാതെ ഭഗവാനെ ഭജിക്കുന്ന എന്നാണ് അർത്ഥം. ഇങ്ങനെ ഒരു പേര് നമുക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെയധികം ഭയന്നു പോകും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അകിഞ്ചനൻ എന്ന് വച്ചാൽ മറ്റൊന്നുമില്ലാത്ത എന്നാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരർത്ഥം. മാത്രമല്ല കുന്തിദേവി പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് നമ അകിഞ്ചന വിത്തായ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമേ ഇല്ലാത്ത ഒരുവന് മാത്രമാണ് ഭഗവാനെ ഗോചരമാകുന്നത് എന്ന്. നമോ അകിഞ്ചന വിത്തായ. അപ്പോൾ അകിഞ്ചനായിട്ടുള്ള അവസ്ഥയിലാണ് ഒരുവന് ഭഗവാനെ തിരിച്ചറിയാൻ കഴിയുക എന്ന് പറയുന്നു. അപ്പോൾ ഈ അകിഞ്ചനമായിട്ടുള്ള ഭക്തിയാണ് ഒരുവൻ വളർത്തിയെടുക്കേണ്ടത്. അപ്രകാരമുള്ള ഒരു ഭക്തനായിരുന്നത്രേ അകിഞ്ചന കൃഷ്ണദാസ് എന്ന് പറയുന്ന ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ മറ്റൊരു ശാഖ എന്നിവിടെ ഈ അധ്യായത്തിൽ പറയുന്നു. അടുത്തതായിട്ട് ഖോലവേച്ച ശ്രീധർ എന്ന് പറയുന്ന ഒരു ഭക്തൻ. ഖോലവേച്ച ശ്രീധരൻ എന്ന് പറയുന്ന ഈ ഭക്തനെക്കുറിച്ചിട്ടും ധാരാളം ചൈതന്യ മഹാപ്രഭുവുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ലീലകളുണ്ട്. പ്രധാനമായിട്ടും പറയുന്നത് ഖോലവേച്ച ശ്രീധർ. ഖോല എന്ന് പറഞ്ഞാൽ കേല എന്നുള്ള വാക്കാണ് ബംഗാളിയിൽ ഖോല എന്ന് പറയുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ എന്ന് വച്ചാൽ വാഴപ്പിണ്ടി, വാഴയില, വാഴപ്പോള, വാഴയ്ക്ക ഇത് വിൽപ്പനയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം. അപ്പോൾ അതിൽ ഇദ്ദേഹത്തിന് ആകെ വിൽക്കാൻ കിട്ടിയിരുന്നത് വാഴപ്പിണ്ടിയും വാഴയിലയും വാഴപ്പോളയുമായിരുന്നു എന്ന് പറയുന്നത്. അതായത് വളരെ ദരിദ്രനായിട്ടുള്ള ഒരു കച്ചവടക്കാരനായിരുന്നു ഈ ഖോലവേച്ച ശ്രീധർ എന്ന് പറയുന്ന മഹാഭക്തൻ. ഇദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു അത്രേ? ഇദ്ദേഹം ഒരു ദിവസം ഈ വിൽക്കുന്ന വാഴപ്പിണ്ടി, വാഴയില, വാഴപ്പോള എന്നിവ നമ്മളൊന്ന് ആലോചിക്കണം. അതിൽ നിന്നും എത്ര ചെറിയ ഒരു തുകയാണ് ഒരു വ്യക്തിക്ക് കിട്ടുക എന്നുള്ളത്. ആ ഓരോ ദിവസവും ഇദ്ദേഹത്തിന് കിട്ടുന്ന ആ പൈസയുടെ 50% പൈസ ഉപയോഗിച്ച് ഇദ്ദേഹം ദിവസവും ഗംഗാദേവിയെ പൂജിക്കുമായിരുന്നു അത്ര. അപ്പോൾ ഖോലവേച്ച ശ്രീധരനെ കുറിച്ചിട്ട്, ഖോലവേച്ച ശ്രീധരൻ്റെ ഭക്തിയെക്കുറിച്ചിട്ട് പറയുമ്പോൾ ഇത് മറ്റൊരു അകിഞ്ചനായ ഭക്തനാണ്. പൂർണ്ണമായും ഭഗവാനിൽ ശരണം പ്രാപിച്ച അവസ്ഥയിലുള്ള ഒരു ഭക്തനാണ് ഖോലവേച്ച ശ്രീധർ എന്ന് പറയുന്ന ഇദ്ദേഹം. അപ്പോൾ ഖോലവേച്ച ശ്രീധരെ കുറിച്ചിട്ട് മഹാപ്രഭു എപ്പോഴും ഇദ്ദേഹവുമായിട്ട് വളരെ രസകരമായിട്ടുള്ള ലീലകളിൽ പങ്കെടുക്കുമായിരുന്നു. എന്ന് വെച്ചാൽ ഇദ്ദേഹം വളരെ ഒരു ദരിദ്രനായ വ്യക്തിയാണെന്ന് മഹാപ്രഭുവിനറിയാം. ഇതറിഞ്ഞുകൊണ്ട് തന്നെ മഹാപ്രഭു ഇദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നും ഇദ്ദേഹം വിറ്റുകൊണ്ടിരിക്കുന്ന വാഴത്തണ്ടും മറ്റും എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് മഹാപ്രഭുവിനോടൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് മഹാപ്രഭുവിൻ്റെ ഒരു തരത്തിലുള്ള പരീക്ഷണമായിരുന്നു, ഇവൻ എൻ്റെ അടുത്ത് എത്ര ഭക്തിയുണ്ട് എന്നുള്ളത്. അതായത് ഇതിനെ എങ്ങനെ നമുക്ക് കാണാമെന്ന് വെച്ചാൽ, നമ്മുടെ സ്വത്തിൻ്റെ പകുതി നാളെ കൃഷ്ണൻ വീട്ടിൽ വന്ന് നമ്മുടെ കണ്ണു മുന്നിൽ വെച്ച് അപഹരിച്ചുകൊണ്ട് പോവുകയാണെന്ന് വയ്ക്കുക. നമ്മളിതുവരെ ആർജിച്ചിട്ടുള്ള എല്ലാത്തിൻ്റെ ഒരു 50% ഭഗവാനാണെന്ന് പോലും നമ്മൾ നോക്കില്ല. കൈ കിട്ടിയതെടുത്ത് മണ്ടയ്ക്കടിക്കാനേ നമ്മൾ ആദ്യം ശ്രമിക്കുകയുള്ളൂ, അല്ലേ? ഖോലവേച്ച ശ്രീധർ വളരെ ദരിദ്രനാണ്. ഒന്നുമേ വരുമാനമില്ല. അതായത് വാഴത്തണ്ടും വാഴയിലയും വിൽപ്പന ചെയ്താൽ ഇന്നത്തെ കാലത്ത് പോലും എത്ര വരുമാനം കിട്ടും എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഒരു ദരിദ്രാവസ്ഥയിലുള്ള ഭക്തനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു ചളുങ്ങിപ്പോയ ഇരുമ്പ് മൊന്തയിലാണ് ഇദ്ദേഹം വെള്ളം കൊണ്ടുവന്ന് വച്ചിരുന്നത് കുടിക്കാനായിട്ട്. മഹാപ്രഭു അതുപോലും ഇദ്ദേഹത്തെ കുടിക്കാൻ സമ്മതിക്കാതെ അതെടുത്ത് മഹാപ്രഭു കുടിക്കുമായിരുന്നു. അപ്പോൾ രണ്ട് വിധത്തിലാണ് ഈ ലീല നടക്കുന്നത്. ഒന്ന്,
മഹാപ്രഭു ഇവിടെ മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ് എങ്ങനെയാണ് എൻ്റെ അകിഞ്ചന ഭക്തൻ എന്നോട് ഭക്തി പുലർത്തുന്നത്. അത് കൊലവേച്ച ശ്രീധരെ കണ്ട് നമുക്ക് പഠിക്കാം. അതായത് ഒന്നുമേ ഇല്ല, ഒരു വരുമാനവുമില്ല, പൂർണ്ണ ദരിദ്രനാണ്. എങ്കിലും മഹാപ്രഭു വരുമ്പോൾ അദ്ദേഹത്തിനും അറിയാം മഹാപ്രഭു ഇതിനാണ്. മഹാപ്രഭുവിനെ കണ്ടാൽ തന്നെ അദ്ദേഹത്തിന് വളരെ സന്തോഷം. പക്ഷേ അന്ന് അദ്ദേഹം പട്ടിണിയാവും. എന്തുകൊണ്ടാണ്? മഹാപ്രഭു ഈ വിൽക്കാൻ വെച്ചിരിക്കുന്നതെല്ലാം എടുത്തുകൊണ്ട് പോകും അല്ലേ? നമ്മളെ പട്ടിണിയിലാക്കിക്കൊണ്ട് ദിവസവും ഭഗവാൻ കൃഷ്ണൻ വന്ന് ദർശനം തരാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും വേണ്ട, ആഴ്ചയ്ക്ക് ഒരിക്കൽ തന്നാൽ മതി, ബാക്കി 5-6 ദിവസമെങ്കിലും ഞാൻ ഭക്ഷണം കഴിച്ച് ജീവിച്ചോട്ടെ എന്ന്. അപ്പോൾ മഹാപ്രഭുവിൻ്റെ ലീലയിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ഇത്രയും അകിഞ്ചനായിട്ടുള്ള, ഇപ്പോൾ ഭാഗവതത്തിൽ നമ്മൾ വായിക്കുന്നു, കുന്തി ദേവി പറയുന്നു നമോ അകിഞ്ചന വിത്തായ, വളരെ അകിഞ്ചനായിട്ടുള്ള ഒന്നുമേ ഇല്ലാത്ത ആ ഒരവസ്ഥയിൽ, ഭൗതികമായിട്ട് വട്ടപൂജ്യമാകുന്ന അവസ്ഥയിലാണ് ഒരുവന് കൃഷ്ണനെ ഗ്രഹിക്കാൻ കഴിയുക എന്നാണ് കുന്തി ദേവി പറയുന്നത്. ഇത് നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഗ്രഹിക്കാവുന്നതിനും അപ്പുറത്തുള്ളൊരു വസ്തുതയാണിത്. ഇങ്ങനെയൊരു നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ വരുത്തരുതേ ഭഗവാനെ എന്നല്ലേ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ ഭഗവാൻ വീണ്ടും ഇങ്ങനെയും കൂടെ പരീക്ഷിക്കുന്നു. എന്നിട്ടും അതിലും അദ്ദേഹം വളരെ സന്തുഷ്ടനാണ്. അതാണ് ഖോലവേച്ച ശ്രീധർ. അദ്ദേഹത്തെക്കുറിച്ചിട്ട് അദ്ദേഹവും മഹാപ്രഭുവിൻ്റെ വൃക്ഷത്തിലെ ഒരു ശാഖയാണ് എന്ന് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. അടുത്തതായിട്ട് ഭഗവാൻ പണ്ഡിതൻ എന്ന് പറയുന്ന മറ്റൊരു ശാഖയെക്കുറിച്ച് പറയുന്നു. അദ്ദേഹവും ചൈതന്യ മഹാപ്രഭുവിന് വളരെ വളരെ പ്രിയപ്പെട്ട ഒരു ഭക്തനായിരുന്നു. അടുത്തതായിട്ട് ജഗദീശ പണ്ഡിതൻ, ഹിരണ്യ മഹാശയൻ എന്ന് പറയുന്ന 2 ഭക്തന്മാരെ കുറിച്ചിട്ട് പറയുന്നു. മഹാപ്രഭു ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ഇവരുടെ വീട്ടിൽ പോയിട്ട് ഏകാദശി പ്രസാദത്തിന് വേണ്ടിയിട്ട് ഇവരിൽ നിന്നും ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർ 2 പേരും ധന്യരായി. അതുപോലെ തന്നെ അടുത്തതായി പറയുന്നത് മഹാപ്രഭുവിൻ്റെ 2 ശിഷ്യന്മാരെ കുറിച്ചിട്ടാണ്. ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ വേദവിദ്യാലയം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള പുരുഷോത്തമൻ, സഞ്ജയൻ എന്ന് പറയുന്ന മഹാപ്രഭുവിൻ്റെ 2 ഗുരുകുല ശിഷ്യന്മാർ. ഇവർ 2 പേരും വ്യാകരണത്തിൽ ഇവരെ വെല്ലാനായിട്ട് ഭാരതവർഷത്തിൽ ആരുമേ ഇല്ലായിരുന്നു. എന്ന് വെച്ചാൽ മഹാപ്രഭു നിമായി പണ്ഡിതനായിരുന്നപ്പോഴാണ് വ്യാകരണത്തിൽ മഹാപ്രഭുവിനെ വെല്ലുവാനായിട്ട് എവിടെയുമേ ആരുമില്ലായിരുന്നു. അതിന് വാരാണസിയിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും ഇങ്ങ് ദക്ഷിണ ഭാരതത്തിലാണെങ്കിലും. കാരണം മഹാപ്രഭു സ്വയം ഭഗവാനാണ്. അതുകൊണ്ട് വേദത്തിലും വ്യാകരണം, ന്യായം, തർക്കം ഇതിലൊന്നും മഹാപ്രഭുവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ആ മഹാപ്രഭു നേരിട്ട് പഠിപ്പിച്ച 2 പേരാണ് ഈ പറയുന്ന പുരുഷോത്തമൻ, സഞ്ജയൻ എന്നിവർ. ഇവരെല്ലാം മഹാപ്രഭു സങ്കീർത്തന പ്രസ്ഥാനം തുടങ്ങിയ കാലഘട്ടത്തിൽ ഏറ്റവും ആദ്യം മഹാപ്രഭു തുടങ്ങിയ ആ സമയത്ത് മഹാപ്രഭുവിനോടൊപ്പം ഉണ്ടായിരുന്ന ഭക്തന്മാരാണ്. അതിനുശേഷം പറയുന്ന അടുത്ത ശാഖയെക്കുറിച്ച് പറയുന്ന വനമാലി പണ്ഡിതൻ എന്ന് പറയുന്ന മറ്റൊരു ഭക്തൻ. അദ്ദേഹം ഒരിക്കൽ ചൈതന്യ മഹാപ്രഭുവിനെ ബലരാമനായിട്ട് കണ്ടു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം വ്രജലീലയിൽ ഉണ്ടായിരുന്ന ഒരു ഭക്തനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരിക്കൽ മഹാപ്രഭു ബലരാമനായിട്ട് ദർശനം നൽകിയിട്ടുണ്ട്. ആ വിവരണം പൂർണ്ണമായും ചൈതന്യ ഭാഗവതത്തിലെ അന്ത്യഖണ്ഡത്തിലെ 9ാമത്തെ അധ്യായത്തിലുണ്ട് എന്ന് പ്രഭുപാദർ പറയുന്നുണ്ട്. അടുത്തതായിട്ട് മഹാപ്രഭുവിൻ്റെ ശാഖയായി പറയുന്ന മറ്റൊരു പ്രധാനിയായ ഭക്തനാണ് ബുദ്ധിമന്ഥ ഖാൻ എന്ന് പറയുന്ന ഒരു ഭക്തൻ. അദ്ദേഹം വളരെ ധനികനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഭഗവാനെ സേവിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹമാണ് ചൈതന്യ മഹാപ്രഭുവും വിഷ്ണുപ്രിയാദേവിയും തമ്മിലുള്ള വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ നടത്തിയത്. മാത്രമല്ല, നേരത്തെ നമ്മൾ കണ്ടിരുന്നു ചന്ദ്രശേഖര ആചാര്യൻ്റെ വീട്ടിൽ വച്ചിട്ട് മഹാപ്രഭു ലക്ഷ്മീദേവിയായി അഭിനയിച്ചിരുന്നു. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ ലക്ഷ്മീദേവിയായി അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള വേഷഭൂഷകളും ആഭരണങ്ങളും എല്ലാം കൊണ്ടുവന്നത് ഈ പറയുന്ന ബുദ്ധിമന്ഥ ഖാൻ എന്ന് പറയുന്ന ഭക്തനായിരുന്നു.
അടുത്തതായിട്ട് പറയുന്ന മഹാപ്രഭുവിൻ്റെ മറ്റൊരു ശാഖയാണ് ഗരുഡ പണ്ഡിതൻ എന്ന ഒരു മഹാനായ ഭക്തൻ. അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നാമജപം എത്ര ശക്തമായിരുന്നു എന്ന് ചോദിച്ചാൽ, ഒരിക്കൽ അദ്ദേഹത്തിനെ കൊടും വിഷമുള്ള ഒരു പാമ്പ് കടിച്ചു. പക്ഷേ അദ്ദേഹം ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ വിഷത്തിന് ഒരു ബാധയും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഗരുഡ പണ്ഡിതൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇത് മറ്റൊരു ദൃഷ്ടാന്തമാണ്. പെട്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പാമ്പ് കടിച്ചാൽ ഹരേ കൃഷ്ണ ജപിച്ചാൽ മതിയോ, ജീവിച്ചിരിക്കുമോ എന്ന് ചോദിച്ചാൽ മരിച്ചു പോയാലും വൈകുണ്ഠപ്രാപ്തി കിട്ടും എന്ന് ഗ്യാരണ്ടി. എന്തുകൊണ്ടാണ്? അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്ത്വാ കളേവരം. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്നുള്ള ഒരു സൊല്യൂഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റൊരു വലിയ പാഠം. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പ്രഭുപാദരുടെ ഒരു സംഭാഷണത്തിൽ 70കളുടെ ആ കാലഘട്ടത്തിൽ ഒരു അടുത്ത ലോകമഹായുദ്ധം വരുന്നതിൻ്റെ ചില ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അമേരിക്കയും റഷ്യയും, അന്ന് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഈ രണ്ട് രാജ്യങ്ങളും വളരെ വലിയ ശത്രുത വച്ച് പുലർത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു 70കൾ. അപ്പോൾ ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു ആ സമയത്ത് കെന്നഡിയാണോ എന്നെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വലിയ ഒരു ഇവർ രണ്ടുപേരും ക്രൂഷേവായിരുന്നു ഇവിടെ എന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഒരു ഭയങ്കരമായ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പോലെയുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് പ്രഭുപാദർ കൽക്കട്ടയിലായിരുന്നു. അപ്പോൾ ഒരു ശിഷ്യൻ പ്രഭുപാദരോട് വന്നിട്ട് ചോദിച്ചു, പ്രഭുപാദരെ, വലിയ യുദ്ധം വരാൻ പോകുന്നു എന്ന് തോന്നുന്നു, അവരിപ്പോൾ ഒരു ആറ്റം ബോംബ് ഇവിടെ നിന്ന് മുകളിലോട്ട് വർഷിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. പ്രഭുപാദ് പറഞ്ഞു, വി വിൽ സിംപ്ലി ചാൻറ്റ് ഹരേ കൃഷ്ണ എന്ന്. അപ്പോൾ ഇതിനെ രണ്ട് വിധത്തിലെടുക്കാം. എന്താണ്? ഹരേ കൃഷ്ണ ജപിച്ചാൽ ആറ്റം ബോംബ് വരെ പൊട്ടാതെ പോകാം, അല്ലെങ്കിൽ ആറ്റം ബോംബ് വരെ നമ്മുടെ മേൽ ഒരു പ്രഭാവവും സൃഷ്ടിക്കാതെ പോകാം. ഇല്ലെങ്കിൽ ആറ്റം ബോംബ് വീഴുകയാണെങ്കിൽ ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭഗവത് ധാമത്തിൽ ചെന്നെത്താം. രണ്ടുകൊണ്ടും നമുക്ക് ഗുണമേ ഉള്ളൂ. കുറച്ച് കൂലങ്കഷമായിട്ട് ആലോചിച്ചാൽ രണ്ടാമത്തതാണ് കുറച്ചുകൂടെ ഗുണം. കാരണം ഒരു ആറ്റം ബോംബൊക്കെ പൊട്ടിയിട്ട് പിന്നെ ജീവിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ല. അതിലും നല്ലത് അതിനു മുമ്പായിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് മടങ്ങിപ്പോവുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഗരുഡ പണ്ഡിതൻ, ഇതെല്ലാം നമുക്കുള്ള ദൃഷ്ടാന്തങ്ങളാണ്. അപ്പോൾ ഗരുഡ പണ്ഡിതൻ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചതുപോലെ ജപിക്കുകയാണെങ്കിൽ കൊടും വിഷമുള്ള പാമ്പ് കടിച്ചാലും വിഷമേൽക്കുകയില്ല. ഇത് നമ്മൾ പ്രഹ്ലാദനെക്കുറിച്ചിട്ട് കാണുമ്പോൾ അവിടെയും കാണുന്നു. ചൈതന്യ ലീലയിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതായിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്തതായിട്ട് ഗോപിനാഥ സിംഹ എന്ന് പറയുന്ന മറ്റൊരു ഭക്തൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു ശാഖയാണ്. മഹാപ്രഭു അദ്ദേഹത്തെ അക്രൂരൻ എന്ന് വിളിക്കുമായിരുന്നു. അടുത്തതായിട്ട് മഹാപ്രഭുവിൻ്റെ ശാഖയായി പറയുന്ന ദേവാനന്ദ പണ്ഡിതൻ എന്ന് പറയുന്ന ഒരു മഹാഭക്തനാണ്. ഇദ്ദേഹം മഹാപ്രഭു ആദ്യമായിട്ട് ഇദ്ദേഹത്തെ കണ്ടുമുട്ടുമ്പോൾ ഇദ്ദേഹം പണത്തിന് വേണ്ടിയിട്ട് ഭാഗവതം പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ മഹാപ്രഭു ഇദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോൾ ഇദ്ദേഹത്തോട് മഹാപ്രഭുവിന് ഒരു താല്പര്യവും തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഇദ്ദേഹം വളരെ ഭംഗിയായി ഭാഗവതം പറയുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭക്തിയായിരുന്നില്ല. അതിലൂടെ ഒരു വരുമാന മാർഗം എന്ന രീതിയിൽ മാത്രം ഭാഗവതം പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു ദേവാനന്ദ പണ്ഡിതൻ. പക്ഷേ മഹാപ്രഭുവിൻ്റെ മറ്റൊരു പാർഷദനായിരുന്ന വക്രേശ്വര പണ്ഡിതൻ്റെ കാരുണ്യം കൊണ്ടിട്ട് ദേവാനന്ദ പണ്ഡിതൻ അർത്ഥമറിയാതെ ഭാഗവതം പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി പിന്നീട് ഭാഗവതത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിക്കുകയും ഒരു മഹാഭക്തനായി ഭവിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അടുത്തതായിട്ട് ഖണ്ഡ എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള എല്ലാ ഭക്തന്മാരെയും ഒരുമിച്ച് പറയുന്നുണ്ട്. അവരെല്ലാവരും തന്നെ പ്രേമഭക്തി ഉണ്ടായിരുന്നവരാണ് എന്നും
അവർ ആ പ്രേമഭക്തി മറ്റനേകം സ്ഥലങ്ങളിലുള്ള മറ്റനേകം പേർക്ക് അവരിത് വിതരണം ചെയ്തു എന്നും കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു. അതിൽ മുകുന്ദദാസ് എന്ന് പറയുന്ന ഒരു ഭക്തൻ, മുകുന്ദദാസൻ്റെ പുത്രനായിരുന്നു രഘുനന്ദനൻ എന്ന് പറയുന്ന മറ്റൊരു ഭക്തൻ. മുകുന്ദദാസൻ്റെ അനുജനായിരുന്ന നരഹരിദാസ് സർക്കാർ എന്ന് പറയുന്ന മറ്റൊരു ഭക്തൻ. ഇവരെല്ലാവരും തന്നെ മഹാപ്രഭുവിൻ്റെ വളരെ അടുത്ത ഭക്തന്മാരായിരുന്നു. ഇവരെല്ലാവരും മഹാപ്രഭുവിന് വേണ്ടിയിട്ട് മഹാപ്രഭുവിൻ്റെ ആജ്ഞാനുസരണം എല്ലായിടത്തും പ്രേമഭക്തി വിതരണം ചെയ്തവരാണ്. അടുത്തതായിട്ട് പറയുന്ന ശാഖകളാണ് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ശാഖകളെക്കുറിച്ച് പറയുന്നു. ശ്രീ സനാതന ഗോസ്വാമി, ശ്രീ രൂപ ഗോസ്വാമി എന്ന് പറയുന്നവരെ അടുത്ത ശാഖകളായിട്ട് ഈ അധ്യായത്തിൽ പറയുന്നു. ഈ ശാഖകൾ രണ്ടുപേരും വളർന്ന് വടക്ക് ഭാഗത്തേക്ക്, അതായത് മഥുര, വൃന്ദാവനം, ഹരിദ്വാർ എന്നിവിടങ്ങളിലെല്ലാം ഇവരാണ് കൃഷ്ണപ്രേമം പ്രചരിപ്പിച്ചത്. പ്രേമത്തിൻ്റെ ഫലം ഇവരിലൂടെ രുചിച്ച എല്ലാവരും പ്രേമം കൊണ്ട് മതോന്മത്തരായി. ശ്രീ രൂപ ഗോസ്വാമി, ശ്രീ സനാതന ഗോസ്വാമി എന്നിവർ ചേർന്നാണ് വൃന്ദാവനത്തിലുള്ള ഭഗവാന്റെ ലീലാസ്ഥലി എന്ന് പറയും, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ലീല ചെയ്ത സ്ഥലങ്ങളെല്ലാം വീണ്ടും കണ്ടുപിടിച്ച് അവിടെയെല്ലാം ആരാധന തുടങ്ങി വച്ച മഹാപ്രഭുവിൻ്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള രണ്ട് ശിഷ്യന്മാരാണ് രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി എന്നിവർ. ഇവരെക്കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ മധ്യലീലയിൽ വരാൻ പോകുന്നു. പക്ഷേ വളരെ സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ബംഗാളിലെ ഹുസൈൻ ഷാ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മന്ത്രിമാരായിരുന്നു. ഒരാൾ പ്രധാനമന്ത്രിയും മറ്റൊരാൾ ധനകാര്യമന്ത്രിയും ആയിരുന്നു. അപ്പോൾ ഇവർ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ ഇവരിൽ ഭക്തി ഉണ്ടാവുകയും ഇവർ ഈ പറയുന്ന ഹുസൈൻ ഷാ എന്ന് പറയുന്ന നവാബിൻ്റെ ഏറ്റവും വലിയ ഇവരുടെ സ്ഥാനം ത്യജിക്കുകയും എല്ലാം ഉപേക്ഷിച്ച് ഇവർ മഹാപ്രഭുവിൻ്റെ അടുക്കൽ വന്ന് ശരണം പ്രാപിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പ്രധാനമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും പോലും കൗപീനമുടിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് നമ്മുടേത് എന്ന്. അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിച്ചിരിക്കണം. ഷഡ്ഗോസ്വാമി അഷ്ടകത്തിൽ പറയുന്നുണ്ട് കൗപീന കണ്ഠാശ്രിതൗ എന്ന്. അതായത് ഇവർക്ക് ഒരാൾ ആരായിരുന്നു? പ്രധാനമന്ത്രിയായിരുന്നു, മറ്റൊരാൾ ധനകാര്യമന്ത്രിയായിരുന്നു. അപ്പോൾ ഇവർ എപ്രകാരമാണ് ഇവരുടെ സ്വത്തുക്കളെല്ലാം വീതിച്ചത്? അതിനുശേഷം ഒരാൾ പാവം ബംഗാളിൽ നിന്നങ്ങ് ഇവിടം വരെ പോയിട്ട് ആകെ ഉണ്ടായിരുന്ന ഒരു കമ്പിളിപ്പുതപ്പാണ്. മൂന്നാമത്തെ ദിവസം കമ്പിളിപ്പുതപ്പ് പോലും ഉണ്ടെങ്കിൽ ഇനി എന്നെ കാണാൻ വരണ്ട എന്ന് പറഞ്ഞ ആളാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു. അതായത് ആരോ പോയ വഴിയിൽ കൊടുത്തൊരു കമ്പിളിപ്പുതപ്പാണ് പുതച്ചുകൊണ്ട് പോയത്. അപ്പോൾ മഹാപ്രഭു പറഞ്ഞു അതും അവൻ പുതയ്ക്കാൻ പാടില്ല എന്ന് അവനോട് പറയണം, ഇനി അതും കൊണ്ട് വന്നാൽ എന്നെ കാണണ്ട എന്ന്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു നമ്മൾ ഒരു വശം കാണുന്നത് വളരെ കാരുണ്യവാനാണ്. പക്ഷേ മഹാപ്രഭു തിരഞ്ഞെടുക്കുന്ന ചില ഭക്തന്മാരുണ്ട്, അവരിലൂടെ മഹാപ്രഭു ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള മഹാപ്രഭുവിൻ്റെ ആ അന്തരംഗ ലീലകൾ എന്ന് പറയുന്നത് വളരെ വളരെ മാധുര്യമേറിയ ഒരു സംഭവമാണ്. വാരാണസിയിലെ ദശാശ്വതമേധ ഘാട്ടിൽ വച്ചിട്ട് 10 ദിവസം തുടർച്ചയായി സനാതന ഗോസ്വാമിക്ക് മഹാപ്രഭു ഉപദേശം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വേറെ ആർക്കും കിട്ടാത്ത മഹാഭാഗ്യമാണ്. രൂപഗോസ്വാമിയുടെ ശിരസിൽ തൻ്റെ 2 കാലുകളും വച്ച് മഹാപ്രഭു അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്
രൂപഗോസ്വാമിയുടെ ഗ്രന്ഥങ്ങൾക്ക് ഇത്രമാത്രം ശക്തി ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ മഹാപ്രഭുവിൻ്റെ കാരുണ്യം നേരിട്ട് അദ്ദേഹത്തിലൂടെ അനർഘനിർഗ്കളമായിട്ടിങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പൂർവാചാര്യന്മാർ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും ബൃഹത്തായ സംഭാവനകൾ നൽകിയിട്ടുള്ളത്. ആ രൂപഗോസ്വാമിയുടെ സമാധി സ്ഥിതി ചെയ്യുന്നത് വൃന്ദാവനത്തിലെ രാധാദാമോദര ക്ഷേത്രത്തിൻ്റെ പുറകിലാണ്. ആ സമാധിയുടെ മുന്നിലിരുന്നു കൊണ്ടാണ് AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ തൻ്റെ ഗ്രന്ഥരചന തുടങ്ങിയത്. രാധാദാമോദര ക്ഷേത്രത്തിലെ ആ സമയത്തിലുണ്ടായിരുന്ന പൂജാരിയായ ഗോസ്വാമി പറയുന്നത്, ഈ സ്വാമിജി അവിടെ പോയി രാത്രി മുഴുവൻ ഈ സമാധിയുടെ മുന്നിലിരിക്കും, ഇദ്ദേഹം എന്തൊക്കെയോ സംസാരിക്കുന്നു, കുറച്ചു നേരം പിന്നെ ശബ്ദമൊന്നും വരുന്നില്ല, പിന്നെയും ഇദ്ദേഹം എന്തൊക്കെയോ ചോദിക്കുന്നു. ഇതെല്ലാം ഒരുപക്ഷെ നമുക്ക് വളരെ അതിശയോക്തിയായിട്ട് തോന്നിയേക്കാം. പക്ഷേ ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾക്ക് ഇത്രയധികം ശക്തി എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ ഗോസ്വാമി പറയുന്ന ദൃഷ്ടാന്തത്തിൽ നിന്നും നമുക്ക് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഈ കാരുണ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകി വരുന്നത് എന്ന് ചോദിച്ചാൽ ഇത് വളരെ ദിവ്യമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഒരു രൂപഗോസ്വാമിയും ഒരു സനാതന ഗോസ്വാമിയും ആയിത്തീരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ പ്രധാനമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ടിട്ട് നാളെയും ആജീവനകാലം ഞാൻ പ്രധാനമന്ത്രി ആയിരിക്കും എന്നുള്ള ചിന്തയുള്ളവന് സനാതന ഗോസ്വാമി ആകുവാൻ കഴിയില്ല. മറിച്ച് എപ്പോൾ ഒരിക്കൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുമുട്ടിയോ ഇനി നമ്മൾ അദ്ദേഹത്തിന് പുറകെയാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊരു ചിന്തയില്ല. പിന്നെ മഹാപ്രഭു പറയുന്നത് തന്നെ. ഈ രണ്ടുപേരുടെ അനുജനായ അനുപമ എന്ന് പറയുന്ന അദ്ദേഹം മഹാപ്രഭുവിൻ്റെ അടുത്ത ശാഖയായിട്ട് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറഞ്ഞിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പുത്രനാണ് 6 ഗോസ്വാമിമാരിൽ മറ്റൊരു പ്രധാനിയായ ജീവഗോസ്വാമി. ഈ അനുപമ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ വല്ലഭ എന്നും മറ്റൊരു പേര് ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹം ഈ മൂന്നാമത്തെ സഹോദരൻ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ഒരു വലിയ ഭക്തനായിരുന്നു. അടുത്തതായിട്ട് പറയുന്ന ശാഖ ശ്രീ ജീവഗോസ്വാമി തന്നെയാണ്. ജീവഗോസ്വാമിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഷഡ്ഗോസ്വാമിമാരിൽ പ്രായം കുറഞ്ഞ ആളായിരുന്നത് കൊണ്ടിട്ട് പിന്നീട് വന്ന ഗൗഡിയ വൈഷ്ണവന്മാരുടെ അടുത്ത ജനറേഷൻ ഒരു തലമുറയിലെ ആചാര്യന്മാർക്ക് മുഴുവൻ ആചാര്യനായി വർത്തിച്ച മഹത് വ്യക്തിയാണ് ശ്രീ ജീവഗോസ്വാമി. ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് ജീവഗോസ്വാമിക്ക് ട്രെയിനിങ് കൊടുക്കാനാണ്. കാരണം അവർക്കറിയാമായിരുന്നു പിന്നീട് ജീവഗോസ്വാമിയാണ് ഈ ബാക്കിയുള്ളവർക്ക് മുഴുവൻ ഈ പരിശീലനം കൊടുക്കാൻ പോകുന്നത് എന്ന്. ജീവഗോസ്വാമിയെ നമ്മുടെ സമ്പ്രദായത്തിലെ താത്വിക ആചാര്യൻ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. എന്ന് വച്ചാൽ നമ്മുടെ അചിന്ത്യ ഭേദാഭേദ തത്വത്തെ ഇതിൽ പരം വിശദമായി വിശകലനം ചെയ്ത് വിശദീകരിക്കാൻ മറ്റാർക്കും കഴിയില്ലത്ര. അത്രയ്ക്ക് വലിയ പണ്ഡിതനാണ് ജീവഗോസ്വാമി. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ 2 ഗുരുക്കന്മാർ അതുപോലെയുള്ളവരായിരുന്നു. 2 പേരും ചൈതന്യ മഹാപ്രഭുവിൽ നിന്നും നേരിട്ട് ശിക്ഷണം സ്വീകരിച്ച 2 പേർ. അവർ സമയം ചെലവഴിക്കുന്നത് ജീവഗോസ്വാമിയെ പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവഗോസ്വാമിയുടെ ശ്രീല പ്രഭുപാദർ പറയും നമ്മുടെ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഏറ്റവും അമൂല്യമായ രചനകൾ എന്ന് പറയുന്ന ഷഡ് സന്ദർഭ എന്ന് പറയുന്ന 6 ഗ്രന്ഥങ്ങൾ ജീവഗോസ്വാമിയുടേത്. അതിൽ വേദാന്തത്തിൻ്റെ വിശകലനം, ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൻ്റെ വിശകലനം അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രഭുപാദർ നമ്മളോട് മറ്റൊരു കാര്യവും പറയുന്നുണ്ട്.
എൻ്റെ ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ തന്നെ മനസ്സിലാകാത്ത നിങ്ങളാരും ജീവഗോസ്വാമിയുടെ ഷഡ്സന്ദർഭങ്ങൾ വായിച്ച് സമയം കളയണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ജീവഗോസ്വാമിയുടെ രചനകൾ വായിച്ചാൽ മനസ്സിലാകാൻ വളരെ ബുദ്ധിമുട്ടാണ്. പ്രഭുപാദരാണ് ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തി. അത് പഠിച്ച് തന്നെ ഒരു കാൽനൂറ്റാണ്ട് അരനൂറ്റാണ്ടായ പലർക്കും ഇനിയും അത് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇതിലൊട്ടും അതിശയോക്തി ഇല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണത്തിന്, ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിലുള്ള ഏറ്റവും മുതിർന്ന പണ്ഡിതന്മാർ പോലും ഇന്നും ശ്രീമദ് ഭാഗവതത്തിൻ്റെ 5-ാം സ്കന്ധം പ്രഭുപാദർ ഉൾക്കൊണ്ട രീതിയിൽ എങ്ങനെ ഉൾക്കൊള്ളാമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു സ്കന്ധത്തിൻ്റെ കാര്യമാണ്. പൊതുവെ നമ്മളെല്ലാവരും ഏറ്റവും സ്പീഡായിട്ട് വായിച്ചു പോകുന്ന ഒരു സ്കന്ധമാണ് 5-ാമത്തെ സ്കന്ധം. എന്തുകൊണ്ടാണ്? വിശദമായി വായിച്ചിട്ടും കാര്യമില്ല, ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ സ്രോതസ് എന്ന് പറയുന്നത് ജീവഗോസ്വാമിയുടെ ഗ്രന്ഥങ്ങളാണ് പ്രധാനമായിട്ട്. രൂപഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധു എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചരാത്രമാണ്. എപ്രകാരം രാമാനുജാചാര്യർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം അവരുടെ ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിൻ്റെ പഞ്ചരാത്രമാണ്, അതുപോലെ നമ്മുടെ പഞ്ചരാത്രമാണ് ഭക്തിരസാമൃത സിന്ധു എന്ന് പറയുന്ന ഗ്രന്ഥം. ജീവഗോസ്വാമിയുടെ ഷഡ്സന്ദർഭങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും, അതായത് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഒരു ഗൗഡീയ വൈഷ്ണവനുമായിട്ട് തർക്കിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ തർക്കത്തിനുള്ള മറുപടിയെല്ലാം അടങ്ങുന്നത് ജീവഗോസ്വാമിയുടെ ഗ്രന്ഥങ്ങളിലാണ്. അപ്പോൾ മഹാപ്രഭു ഇതെല്ലാം ഇങ്ങനെ ഓരോരുത്തർക്കും തിരിച്ച് നൽകിയിട്ടുണ്ട്. കാരണം പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു സങ്കീർത്തന പ്രസ്ഥാനമാണ്, കുറേ പേര് നിന്നിട്ട് കൈകൊട്ടി പാടുന്നു, കൈ ഉയർത്തി നൃത്തം ചെയ്യുന്നു, അല്ലേ? അപ്പോൾ പൊതുവെ ബുദ്ധിയില്ലാത്തവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണിതെന്ന് തോന്നുന്നു എന്ന് പലരും തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ അവർക്കാർക്കും ഷഡ്സന്ദർഭങ്ങളുടെ 7 അയലക്കത്തിലൂടെ പോകാനുള്ള യോഗ്യത പോലും പാണ്ഡിത്യത്തിൻ്റെ തലത്തിലുണ്ടാവുകയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആചാര്യന്മാരുടെ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിനെ ഒന്നും കുറച്ച് കാണരുത്. പക്ഷേ പ്രഭുപാദർ ഇതെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ടൊരു താലത്തിൽ ഇങ്ങനെ വിളമ്പി വെച്ച് തന്നത് കൊണ്ടിട്ട് നമ്മൾ വിചാരിക്കുന്നു ഇത് ഇത്രയുമല്ലേ ഉള്ളൂ എന്ന്. കാരണം ഇവരെല്ലാവരും ഈ മഹാപ്രഭു തന്നിട്ടുള്ള ആ പ്രേമഭക്തി എന്ന് പറയുന്ന തത്വത്തെ എത്ര സരളമായിട്ട് നമുക്ക് തരാൻ കഴിയും എന്നുള്ള രീതിയിൽ നമുക്ക് തന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ഡീപ്പായിട്ട് ഇതൊന്നും പഠിക്കാനായിട്ട് പ്രഭുപാദർ നമ്മളെ ഫോഴ്സ് ചെയ്തില്ലെന്ന് ചോദിച്ചാൽ പ്രഭുപാദർക്കറിയാം നമ്മളാൽ ആവുന്നതേ നമ്മളാൽ കഴിയൂ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മളോടും പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രീല പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ ഈ പറയുന്ന ചിലതെല്ലാം പ്രഭുപാദരുടെ സൂചന മാത്രമേ നൽകിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ പരിപക്വമായ അവസ്ഥയിൽ അതെന്താണെന്ന് നമുക്ക് മനസ്സിലായിക്കൊള്ളും. അങ്ങനെ വേണം നമ്മളിതിനെ എടുക്കുവാനായിട്ട്. അപ്പോൾ ജീവഗോസ്വാമി അപ്രകാരം ഏകദേശം 25-ൽ പരം ഗ്രന്ഥങ്ങൾ ജീവഗോസ്വാമിയുടേതായിട്ടുണ്ട്. അടുത്തതും ഒരു ഗോസ്വാമിയാണ്, ശ്രീ രഘുനാഥദാസ ഗോസ്വാമി. രഘുനാഥദാസ ഗോസ്വാമിയെക്കുറിച്ചിട്ടും എനിക്ക് തോന്നുന്നു നമുക്കെല്ലാവർക്കും വളരെ നല്ലവണ്ണം അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് രഘുനാഥദാസ് ഗോസ്വാമി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാനിഹട്ടി ചിടാദഹി ദണ്ഡ മഹോത്സവം എന്ന് പറയുന്നതിൽ അതിലെ പ്രധാനി രഘുനാഥദാസ് ഗോസ്വാമിയാണ്. രഘുനാഥദാസ് ഗോസ്വാമി
വേറൊരു വലിയ ഉദാഹരണമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഒരു ജമീന്ദാരുടെ മകനായിരുന്നു. അതായത് നവാബിന് വേണ്ടിയിട്ട് എത്രയോ ഗ്രാമങ്ങളിലുള്ള കരം പിരിവും അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പങ്ക്, നവാബിനൊരു പങ്ക്, അങ്ങനെ വളരെ ധനികനായിട്ടുള്ള ഒരു പിതാവിൻ്റെ പുത്രനാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി. ചെറുപ്പത്തിലൊരിക്കൽ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ തന്നെ മഹാപ്രഭുവിൻ്റെ കൂടെ പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. പക്ഷേ മഹാപ്രഭു പറഞ്ഞു, നീ ഇപ്പോൾ വരണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇദ്ദേഹം വളരെ നല്ല ഉദാഹരണമാണ്. എന്താണെന്നറിയാമോ? ഇദ്ദേഹത്തിന് ഭക്തി കൂടുന്നു എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ എന്ത് ചെയ്തു? വളരെ ചെറുപ്പത്തിൽ നിന്ന് ഇദ്ദേഹത്തെ പിടിച്ച് നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇനി ഇവൻ്റെ ഭക്തി എങ്ങനെ മുന്നോട്ട് പോകുന്നു നോക്കണം. ഇങ്ങനെയാണ് പലപ്പോഴും മാതാപിതാക്കൾ കുട്ടികളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും ഇദ്ദേഹത്തിന് ഒരു പ്രഭാവവും ഉണ്ടായില്ല. ഇദ്ദേഹം പലതവണ വീട്ടിൽ നിന്നും ഒളിച്ചോടാൻ ശ്രമിച്ചു. എന്തിന്? മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ പലതവണ പരാജയപ്പെട്ടു. ഒടുവിലാണ് ഇദ്ദേഹം അതിൽ വിജയം പ്രാപിച്ച മഹാപ്രഭുവിനെ പോയി കാണുന്നത്. പിന്നെ എപ്രകാരമെല്ലാം മഹാപ്രഭു രഘുനാഥദാസ് ഗോസ്വാമിക്ക് പരിശീലനം കൊടുത്തു എന്നുള്ളത് ചൈതന്യ ചരിതാമൃതത്തിൽ പിന്നീട് അങ്ങോട്ടേക്ക് അത് വളരെ ഡീറ്റെയിൽഡായിട്ട് വരുന്നുണ്ട്. ജഗന്നാഥപുരിയിൽ വന്നെത്തിയ രഘുനാഥ് ദാസ് ഗോസ്വാമിയെ ചൈതന്യ മഹാപ്രഭു സ്വരൂപ് ദാമോദർ ഗോസ്വാമിയുടെ ശിക്ഷണത്തിന് കീഴിലാണ് ഏൽപ്പിച്ചത്. അവിടെ 16 വർഷക്കാലം രഘുനാഥ് ദാസ് ഗോസ്വാമി ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെയും സ്വരൂപ് ദാമോദർ ഗോസ്വാമിയെയും സേവിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. അതിനുശേഷമാണ് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് രൂപസനാതന ഗോസ്വാമിമാരെ കാണുവാൻ വേണ്ടി പോകുന്നത്. കാരണം അദ്ദേഹത്തിന് മഹാപ്രഭുവിൻ്റെ വേർപാട് ഒരിക്കലും താങ്ങാൻ കഴിയുമായിരുന്നില്ല. അത്രയ്ക്കധികം മഹാപ്രഭുവുമായിട്ട് ഭയങ്കര സ്നേഹമുള്ള ഒരു വ്യക്തിയായിരുന്നു രഘുനാഥ് ദാസ് ഗോസ്വാമി. അപ്പോൾ അദ്ദേഹം വൃന്ദാവനത്തിൽ പോയിട്ട് വൃന്ദാവനമെല്ലാം കണ്ടിട്ട് അദ്ദേഹം തീരുമാനിച്ചിരുന്നത് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും എടുത്തു ചാടി ജീവത്യാഗം ചെയ്യാമെന്നായിരുന്നു. പക്ഷേ രൂപസനാതനന്മാർ അദ്ദേഹത്തെ സമ്മതിച്ചില്ല. കാരണം സ്വരൂപ ദാമോദര ഗോസ്വാമിയിൽ നിന്നും ചൈതന്യ മഹാപ്രഭുവിൻ്റെ വളരെയധികം അന്തരംഗ ലീലകൾ കേട്ടും കണ്ടും മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിശിഷ്ട ഭക്തനാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി. ആ കാര്യങ്ങളെല്ലാം അദ്ദേഹം രൂപസനാതന ഗോസ്വാമിമാരുമായിട്ട് പങ്കുവച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ രഘുനാഥ് ദാസ് ഗോസ്വാമി ഭക്ഷണം കഴിക്കുന്നത് തന്നെ പൂർണ്ണമായിട്ടും നിർത്തി. ദിവസവും അദ്ദേഹം ഭഗവാന് 1000 ദണ്ഡപത നമസ്കാരങ്ങൾ സമർപ്പിക്കുമായിരുന്നു. 1,00,000 ദിവ്യനാമങ്ങൾ ജപിക്കുമായിരുന്നു. 2000 വൈഷ്ണവരെ നമസ്കരിക്കുമായിരുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചിട്ട് ദിവസവും 3 മണിക്കൂർ അദ്ദേഹം ലീലാകഥനം നടത്തുമായിരുന്നു. രാധാകുണ്ഡത്തിൽ 3 നേരം സ്നാനം ചെയ്ത് ഒരു ദിവസം 2 മണിക്കൂറിൽ കുറവ് മാത്രമേ ഉറങ്ങുമായിരുന്നുള്ളൂ. വൃന്ദാവനത്തിൽ ഏതെങ്കിലും ഒരു വൈഷ്ണവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്ഷണത്തിൽ തന്നെ ആ വൈഷ്ണവനെ ആലിംഗനം ചെയ്ത് അദ്ദേഹം ആദരിക്കുമായിരുന്നു. അതായത് ഏറ്റവും ആദരണീയനായ, എങ്ങനെയായിരിക്കണം ഒരു വൈഷ്ണവൻ്റെ ആചാരം എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് പഠിക്കാവുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് രഘുനാഥ് ദാസ് ഗോസ്വാമി. അദ്ദേഹം ജഗന്നാഥപുരിയിൽ എത്തിയ ഉടനെ ആദ്യത്തെ ദിവസം സുഭിക്ഷമായ പ്രസാദം, അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മഹാപ്രഭു സ്വരൂപ് ദാമോദരനോട് ചോദിക്കും, രഘുനാഥ് ദാസിനെ കണ്ടില്ലല്ലോ പ്രസാദം കഴിക്കാൻ. അപ്പോൾ സ്വരൂപ് ദാമോദർ ഗോസ്വാമി പറഞ്ഞു, ഇല്ല, ഇന്ന് അവിടെ എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്ന അവിടെ പോയി കാത്തു നിൽക്കുന്നുണ്ട്, ഇപ്പോൾ അവിടെ കഴിക്കുന്നുള്ളൂ. 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും മഹാപ്രഭു സ്വരൂപ് ദാമോദരോട് ചോദിക്കും, എവിടെ പോയി രഘുനാഥ് ദാസ് കണ്ടില്ലല്ലോ, അവിടെ ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, അവിടെ പോക്ക് നിർത്തി. എന്താ അത്? അപ്പോൾ സ്വരൂപ് ദാമോദരനോട് രഘുനാഥ് ദാസ് ഗോസ്വാമി പങ്കുവയ്ക്കുന്നു, എനിക്ക് എന്നെ തന്നെ സ്വയം ഒരു വേശ്യാസ്ത്രീയാണെന്ന് തോന്നുന്നു. അതായത് ഇന്ന് ആരെങ്കിലും വരുമോ എന്ന് കാത്തു നിൽക്കുന്നത് പോലെ ഞാനും അവിടെ പോയി കുറേ ഭിക്ഷുക്കളെ പോലെ ആരെങ്കിലും ഇന്ന് ഭിക്ഷ ഇടുമോ എന്ന് കാത്തിരിക്കുന്നു. എനിക്കത് വേണ്ട.
അപ്പോൾ അടുത്തതായിട്ട് ഇനി എവിടെയാണ് പോയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പാത്രം കഴുകിയിട്ട് അതിൽ നിന്നും വീഴുന്ന ആ വറ്റെല്ലാം എടുത്ത് കഴിക്കാനായിട്ട് ഇപ്പോൾ അവിടെയാണ് ഇദ്ദേഹത്തിൻ്റെ ആഹാരം എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴാണ് മഹാപ്രഭു പറഞ്ഞു, ഇപ്പോഴാണ് അവൻ തികഞ്ഞൊരു വൈഷ്ണവനായത് എന്ന്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, മഹാപ്രഭുവിനെ സംബന്ധിച്ചിടത്തോളം പതിതരായിട്ടുള്ള ആത്മാക്കൾക്ക് എല്ലാം ഭയങ്കര കാരുണ്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത പാർഷദന്മാർക്ക് അതിഭയങ്കര സ്റ്റാൻഡേർഡ് വേണമെന്ന് ഭയങ്കര നിഷ്കർഷയാണ് മഹാപ്രഭുവിന്. കാരണം മഹാപ്രഭുവിനറിയാം ഇവരെല്ലാം ആ സ്റ്റാൻഡേർഡ് നിലനിർത്താൻ കഴിവുള്ള ഭക്തന്മാരാണ്. അപ്പോൾ അവർക്ക് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് ആഴ്ചയിൽ ഒരു ദിവസം മഹാപ്രഭുവിനെക്കുറിച്ച് 2 മണിക്കൂർ സംസാരിക്കണമെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം 2 മണിക്കൂർ വീതം പ്രിപ്പയർ ചെയ്താലേ പറ്റുള്ളൂ. ഇദ്ദേഹം ദിവസവും 3 മണിക്കൂർ മഹാപ്രഭുവിനെ കുറിച്ചിട്ട് സംസാരിച്ചു കൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എത്രമാത്രം മഹാപ്രഭുവിൻ്റെ ലീലകളിൽ പൂർണ്ണമായും, അതായത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ സിരകളിൽ ഓടുന്ന രക്തത്തിൽ മുഴുവൻ ചൈതന്യ മഹാപ്രഭുവാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു. ഒരു ദിവസം 1,00,000 നാമം ജപിക്കുന്നു, 3 മണിക്കൂർ മഹാപ്രഭുവിനെക്കുറിച്ച് മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, ഒരു ദിവസം ഭഗവാന് 1000 ദണ്ഡനമസ്കാരങ്ങൾ സമർപ്പിക്കുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി, 24 മണിക്കൂർ പോരാതെ വരും. ഒരു ദിവസം എങ്ങാനും 1000 ദണ്ഡനമസ്കാരം നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ 1 മാസത്തേക്ക് കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല. അപ്പോൾ പക്ഷെ ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് പ്രചോദനം ഉണ്ടാകും. ഇങ്ങനെയാണ് മഹാപ്രഭുവിൻ്റെ ഭക്തന്മാരെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ആയിരിക്കും ഇവരെല്ലാവരും, ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആചാര്യന്മാരും മഹാപ്രഭുവിൻ്റെ പാർഷദന്മാരുമെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയും, സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ എന്ന് നമ്മൾ പറയുന്നത്, അത് വളരെ വളരെ എന്താ പറയുക, ഉന്നതമാണ്. പക്ഷെ പ്രഭുപാദരുടെ കാരുണ്യം നോക്കൂ. നമ്മളാരും ഇതുപോലുള്ള ഒരു യോഗ്യതയുമുള്ള ആരുമല്ല. നമുക്കും ഈ മഹാപ്രഭുവിൻ്റെ മഹത്തായ സങ്കീർത്തന പ്രസ്ഥാനത്തിൽ നമുക്കും എന്തോ ഒരു ചെറിയ ഒരു പങ്ക് വഹിക്കാനുള്ള. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ശ്രീല പ്രഭുപാദർ എത്രമാത്രം കാരുണ്യവാനാണ്. അദ്ദേഹത്തിൻ്റെ കാരുണ്യമാണ് ഏക കാരണം ഇപ്പോൾ ഈ സത്സംഗത്തിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും. നമ്മളുടെ ജന്മജന്മാന്തരങ്ങളിലൂടെ നമ്മളെല്ലാവരും ശ്രീല പ്രഭുപാദർക്ക് അത്രയും അധികം കടപ്പാടുള്ളവരാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഒരാൾ കൊണ്ട് മാത്രമാണ് നമുക്കിതെല്ലാം ഇങ്ങനെ ഇരുന്ന് വായിക്കാനും, രഘുനാഥദാസ ഗോസ്വാമി എന്ന് പറയുന്ന ഇത്രയും ഉയർന്ന ഒരു ഭക്തനെക്കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അറിയാനും, അതിങ്ങനെ ഇരുന്ന് വായിക്കുവാനും കേൾക്കുവാനുമെല്ലാമുള്ളൊരു മഹാസൗഭാഗ്യം എന്ന് പറയുന്നത് ശ്രീല പ്രഭുപാദർ എന്ന് പറയുന്ന ഒരു മഹാവൈഷ്ണവൻ്റെ അഹൈതുകമായിട്ടുള്ള കാരുണ്യം. അതൊരൊറ്റ കാരണമൊഴിച്ചാൽ വേറെ ഒന്നുമേയില്ല ഇത് സംഭവ്യമാകുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ടൊന്നും മാത്രമാണെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കണം. അങ്ങനെ രഘുനാഥദാസ ഗോസ്വാമി മഹാപ്രഭുവിൻ്റെ അടുത്ത ശാഖയായി പറയുന്നു. അതിനടുത്ത ശാഖയായി പറയുന്നതാണ് ശ്രീ ഗോപാലഭട്ട ഗോസ്വാമി. ഗോപാലഭട്ട ഗോസ്വാമിയെക്കുറിച്ചും പറയുന്ന ഇദ്ദേഹവും വളരെ ഉന്നതനായ ഒരു ശാഖയായിരുന്നു. ഇദ്ദേഹം പ്രധാനമായും ഏർപ്പെട്ടിരുന്നത് രൂപസനാതനന്മാരുമായിട്ട് പ്രേമഭക്തിയെക്കുറിച്ചുള്ള ചർച്ചകളിലാണത്രേ. ഗോപാലഭട്ട ഗോസ്വാമിയെ നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം വെങ്കടഭട്ട ഗോസ്വാമിയുടെ പുത്രനാണ്. വെങ്കടഭട്ടൻ എന്ന് പറയുന്നത് ഒരു ശ്രീ വൈഷ്ണവനാണ്. അദ്ദേഹം ശ്രീരംഗത്തിൽ ശ്രീരംഗനാഥൻ്റെ പൂജാരിയാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യം, വൈഷ്ണവ പാരമ്പര്യം ഗോപാലഭട്ട ഗോസ്വാമിക്കുണ്ട്. ഗോപാലഭട്ട ഗോസ്വാമിയാണ് നമുക്ക് യജ്ഞവിധികളും നമ്മുടെ ക്ഷേത്രവിധികളുമെല്ലാം
സംസ്കാര വിധികൾ എല്ലാം നമുക്ക് നൽകിയിരിക്കുന്നത് ഗോപാലഭട്ട ഗോസ്വാമിയാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഓർക്കണം, ഗൗഡീയ വൈഷ്ണവ പരമ്പര എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഭാവത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് നമ്മൾ. എന്നുവെച്ചാൽ ഗൗഡീയ വൈഷ്ണവ പരമ്പരയിൽ ഭക്തൻ്റെ ഭാവം, പ്രേമം, ഇതാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു നിൽക്കുന്നത്. അതും പരാക്കിയ ഭാവം, അതും ഭഗവാനിൽ നിന്നും വേർപെട്ടിട്ടുള്ള ആ വേർപാടിൽ നിന്നുകൊണ്ടുള്ള ഭക്തിയുത സേവനത്തിൻ്റെ ഭാവമാണ് ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത്. അവിടെ വിധിക്ക് ചെറിയ റോളേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും വിധി എന്ന് പറയുന്നത് നമുക്ക് അച്ചടക്കം നൽകുന്ന ഒരു കാര്യമാണ്, വിധിഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ അച്ചടക്കമില്ലാത്ത വ്യക്തികൾക്ക് അച്ചടക്കം ഉണ്ടാകണമെങ്കിൽ എല്ലാത്തിനും ഒരു വിധി ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ വിഗ്രഹാരാധനയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട സംസ്കാരങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം പൂർണ്ണമായിട്ടുമുള്ള ഗൈഡ് ലൈൻസ് നമുക്ക് നൽകിയിരിക്കുന്നത് ഗോപാലഭട്ട ഗോസ്വാമിയുടെ സത്ക്രിയ സാരദീപിക എന്ന് പറയുന്ന ഗ്രന്ഥമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അങ്ങനെ ഗോപാലഭട്ട ഗോസ്വാമി. അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്ന മഹാപ്രഭുവിൻ്റെ ശാഖ എന്ന് പറയുന്ന ആചാര്യ ശങ്കരാരണ്യ, അതായത് വിശ്വരൂപ എന്ന് പറയുന്ന ചൈതന്യ മഹാപ്രഭുവിൻ്റെ ജ്യേഷ്ഠ സഹോദരനെയും മഹാപ്രഭുവിൻ്റെ ഒരു ശാഖയായി പറയുന്നുണ്ട്. അടുത്തതായിട്ട് മുകുന്ദ സഞ്ജയൻ എന്ന് പറയുന്ന ഭക്തൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് മഹാപ്രഭു ചെറിയ ഒരു പള്ളിക്കൂടം തുറക്കുകയും അദ്ദേഹത്തിൻ്റെ പുത്രനെ മഹാപ്രഭു പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് കാശീനാഥ എന്ന് പറയുന്ന ഭക്തൻ, അദ്ദേഹമാണ് ചൈതന്യ മഹാപ്രഭുവും വിഷ്ണുപ്രിയ ദേവിയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ ദല്ലാൾ എന്ന് പറയുന്ന അദ്ദേഹമായിരുന്നു. അദ്ദേഹം ഭഗവാന്റെ കൃഷ്ണലീലയിൽ കുലക ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനായിരുന്നു. ആ ലീലയിൽ അദ്ദേഹമാണ് കൃഷ്ണനും സത്യഭാമയും തമ്മിലുള്ള വിവാഹത്തിന് ദല്ലാളായി നിന്ന വ്യക്തി. അടുത്തതായിട്ട് പറയുന്ന രുദ്രരാമ പണ്ഡിതൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് വല്ലഭപുരം എന്ന് പറയുന്നിടത്ത് ഒരു ശ്രീ രാധാവല്ലഭ ക്ഷേത്രം പണിയിച്ച ഭക്തൻ. അടുത്തതായി പറയുന്നത് ശ്രീനാഥ പണ്ഡിതൻ എന്ന ഭക്തനെ കുറിച്ചിട്ടാണ്. അദ്ദേഹവും അദ്വൈതാചാര്യൻ്റെ ഒരു ശിഷ്യനായിരുന്നു. കവി കർണപൂരൻ്റെ ഗുരുവായിരുന്നു ശ്രീനാഥ പണ്ഡിതൻ എന്ന് പറയുന്ന ഭക്തൻ. അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് കണ്ട് 3 ലോകങ്ങളും അത്ഭുതപ്പെടും എന്നാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നത്. അദ്ദേഹവും 2 വലിയ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി പറയുന്നത് ജഗന്നാഥ ആചാര്യൻ എന്ന് പറയുന്ന ഭക്തൻ. അദ്ദേഹം എപ്പോഴും ഗംഗാനദിയുടെ തീരത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവിടെ ജീവിച്ച് ഭക്തിയുത സേവനം അനുഷ്ഠിച്ചു പോന്നു. അതിനുശേഷം കുറേ അധികം ഭക്തന്മാരുടെ പേരുകൾ ഇവിടെ പറയുന്നുണ്ട്. അതിലടുത്തതായിട്ട് വേറൊരു പ്രമുഖനെക്കുറിച്ച് പറയുന്നത് ഭാഗവത ആചാര്യൻ എന്ന ഭക്തനാണ്. അദ്ദേഹത്തിന് ഈ പേര് കൊടുത്തത് ചൈതന്യ മഹാപ്രഭുവാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ഭക്തൻ ശ്രീമദ് ഭാഗവതം വിശദീകരിക്കുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് ആനന്ദാതിരേകം ഉണ്ടാകുമായിരുന്നു അത്രേ. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്നും ഭാഗവതം കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ദിവ്യമായിട്ടുള്ള അനുഭൂതി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി എത്രയധികം ഭാഗവതത്തെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ശ്രീ ചൈതന്യ മഹാപ്രഭു തന്നെ ഇദ്ദേഹം ഭാഗവതം പറയുന്നത് കേട്ട് ചൈതന്യ മഹാപ്രഭുവിന് ആനന്ദാതിരേകം ഉണ്ടാകണമെങ്കിൽ ഇദ്ദേഹം എത്ര ഒരു ഉത്കൃഷ്ടനായ ഭക്തനായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് ഭാഗവതാചാര്യൻ എന്ന് മഹാപ്രഭു നൽകിയ പേരാണ്. കൃഷ്ണപ്രേമ തരംഗിണി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് പറയുന്ന മഹാപ്രഭുവിൻ്റെ മറ്റൊരു ശാഖയാണ് സാരംഗദാസ് ഠാക്കൂർ എന്ന് പറയുന്ന ഒരു ഭക്തൻ. അദ്ദേഹത്തെ സാരംഗപാണി എന്നും സാരംഗധരൻ എന്നും വിളിക്കുന്നുണ്ട്. ഈ സാരംഗദാസ് ഠാക്കൂറിനെ കുറിച്ചിട്ടും വളരെ രസകരമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. സാരംഗദാസ് ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു.
അപ്പോൾ മഹാപ്രഭു ഇദ്ദേഹത്തോട് പലതവണ പറഞ്ഞു, നീ ശിഷ്യന്മാരെ സ്വീകരിക്കണം. അപ്പോൾ ഇദ്ദേഹം പറയും, ഞാൻ ശിഷ്യന്മാരെ സ്വീകരിക്കില്ല, എനിക്ക് താല്പര്യമില്ല. അങ്ങനെ വീണ്ടും വീണ്ടും മഹാപ്രഭു പറഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു, ശരി, ഇനി നാളെ രാവിലെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആരെയാണോ അയാളെ ഞാൻ ശിഷ്യനായിട്ട് സ്വീകരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് തന്നെ എണീറ്റ് പുഴയിൽ കുളിക്കാൻ പോയി. കുളിച്ച് കയറുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാലടിയിൽ ഒരാൾ വന്ന് ഇങ്ങനെ കിടക്കുകയാണ്. ഇദ്ദേഹം അദ്ദേഹത്തിനെ പിടിച്ച് നാമം കൊടുത്ത് എഴുന്നേൽപ്പിച്ചു. സത്യത്തിൽ അതൊരു മൃതശരീരമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ നാമം കേട്ട അദ്ദേഹം എഴുന്നേറ്റു. പിന്നെ നാമം ജപിച്ചുകൊണ്ട് ഒരൊറ്റ ഓട്ടമായിരുന്നു. അപ്പോൾ ഇതാണ് സാരംഗദാസ് ഠാക്കൂർ. അപ്പോൾ മഹാപ്രഭുവിൻ്റെ ഓരോ ശാഖകളെന്ന് പറയുന്ന വ്യക്തികളുടെ ശക്തി നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് മുരാരി എന്നായിരുന്നു. അദ്ദേഹത്തെ അതിനുശേഷം സാരംഗേര മുരാരി എന്നാണ് വിളിക്കുന്നത്, സാരംഗദാസ് ഠാക്കൂറിൻ്റെ മുരാരി. കാരണം അദ്ദേഹമാണല്ലോ ജീവൻ കൊടുത്തത്. പിന്നീട് അദ്ദേഹം വേറെ ആരെയും സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറഞ്ഞു, ഇദ്ദേഹമാണ് എൻ്റെ മാതാവ്, പിതാവ്, ഇദ്ദേഹമാണ് എൻ്റെ എല്ലാം. കാരണം എന്താണ്? മരിച്ചുപോയി എനിക്ക് ജീവൻ തന്ന് മന്ത്രവും ഭഗവാന്റെ നാമവും തന്നു, ഇതിലും വലിയ ആരുമേ ഇല്ല എന്ന്. അടുത്തതായി ജഗന്നാഥ തീർത്ഥൻ എന്ന് പറയുന്ന മഹാപ്രഭുവിൻ്റെ ഒരു മഹാപ്രഭുവിൻ്റെ പാർഷദൻ എന്ന് പറയാം. അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. അതുപോലെ തന്നെ ഗോവിന്ദ ഘോഷ്, മാധവ ഘോഷ്, വാസുദേവ ഘോഷ് എന്ന് പറയുന്ന 3 സഹോദരന്മാർ, 3 പേരും അതിവിദഗ്ധരായ കീർത്തനീയന്മാരായിരുന്നു. ഇവർ 3 പേരും പാടാൻ തുടങ്ങിയാൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവും ശ്രീ നിത്യാനന്ദപ്രഭുവും നിർത്താതെ നൃത്തം ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് അഭിരാമ രാമദാസൻ എന്ന് പറയുന്ന മറ്റൊരു ഭക്തൻ. അദ്ദേഹം ഒരു വളരെ വിശിഷ്ടമായ പുല്ലാങ്കുഴൽ ഉണ്ടാക്കുകയും അതിൽ പുല്ലാങ്കുഴൽ വായിച്ച് ചൈതന്യ മഹാപ്രഭുവിനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അടുത്തതായിട്ട് മാധവാചാര്യൻ എന്ന് പറയുന്ന മറ്റൊരു ഭക്തൻ. ഇത് ബ്രഹ്മ മധ്വ ഗൗഡീയ സമ്പ്രദായ ആ മധ്വാചാര്യനല്ല, മാധവാചാര്യൻ. ഇദ്ദേഹം നിത്യാനന്ദപ്രഭുവിൻ്റെ പുത്രിയുടെ ഭർത്താവായിരുന്നു. അദ്ദേഹത്തെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒരു ശാഖയായി പറയുന്നുണ്ട്. അതിനുശേഷം ജഗായ് മഥായ്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കും ജഗായ് മഥായും, കാരണം എല്ലാ ഭക്തന്മാർക്കും അറിയാവുന്ന 2 വ്യക്തിത്വങ്ങളാണ് ജഗായ് മഥായ് അല്ലേ. പക്ഷേ ഇവരും ശ്രീ ചൈതന്യ മഹാപ്രഭു എന്ന ചൈതന്യ വൃക്ഷത്തിൻ്റെ ശാഖകളാണെന്ന് കൃഷ്ണദാസ കവിരാജ് ഗോസ്വാമി പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാപ്രഭുവിൻ്റെ കാരുണ്യം എത്രമാത്രമാണെന്ന് നോക്കുക. ഇവരും മഹാപ്രഭുവിൻ്റെ തന്നെ 2 ശാഖകളായി മാറി. അപ്പോൾ എത്ര വലിയ പാപിയാണെങ്കിലും അവർക്കും മഹാപ്രഭുവിൻ്റെ ശാഖയായി മാറാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണ് ജഗായ് മഥായ്. യഥാർത്ഥത്തിൽ ജഗായ് മഥായ്മാരെക്കുറിച്ച് കേൾക്കുമ്പോഴാണ് നമ്മളെപ്പോലെയുള്ളവർക്ക് ഒരല്പമെങ്കിലും പ്രതീക്ഷ പകരുന്ന ഒരു കാര്യം അല്ലേ. ഇല്ലാതെ രൂപഗോസ്വാമി, രഘുനാഥ് ദാസ് ഗോസ്വാമി, സനാതന ഗോസ്വാമിയെക്കുറിച്ച് കേട്ടാലൊന്നും നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൊന്നും അവിടെ ഇല്ല. പക്ഷേ ജഗായ് മഥായെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം, ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോത്സാഹനം കിട്ടുന്നത് ജഗായ് മഥായ് ലീല കേൾക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്കെല്ലാവർക്കും തന്നെ അത് ഗ്രഹിക്കാവുന്നതാണ്. ഇനി അങ്ങോട്ട് പറയാനുള്ളത്, ഇതിപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ നവദ്വീപിലുള്ള ശാഖകളെക്കുറിച്ചുള്ള വർണ്ണന ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അതായത് 10ാമത്തെ അധ്യായത്തിൻ്റെ 120ാമത്തെ ശ്ലോകം വരെയാണ് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇനി കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയാൻ പോകുന്നത് മഹാപ്രഭുവിൻ്റെ ഉത്കലദേശത്തിൽ ജഗന്നാഥപുരിയിലുള്ള മഹാപ്രഭുവിൻ്റെ ശാഖകളെക്കുറിച്ചിട്ടാണ് പിന്നീട് വരാൻ പോകുന്ന ചർച്ച. അതിനുശേഷം മഹാപ്രഭുവിൻ്റെ വാരാണസിയിലുള്ള ശാഖകളെക്കുറിച്ചിട്ടുള്ള ചർച്ച അതിനുശേഷം വരും. അതുകൊണ്ട് നവദ്വീപിലെ മഹാപ്രഭുവിൻ്റെ
ശാഖകളെക്കുറിച്ചുള്ള ചർച്ചയോടുകൂടി നമുക്കിന്നിവിടെ ഇതിന് ഉപസംഹരിക്കാം. ഹരേ കൃഷ്ണ.